നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം എങ്ങനെയും അവസാനിപ്പിക്കണമെന്ന ചിന്തയിലാണ് ലോകരാഷ്ട്രങ്ങൾ. എന്നാൽ ട്രംപിന്റെ അത്യാർത്തി കാരണം യുദ്ധം അവസാനിക്കുന്ന ലക്ഷണം ഇല്ല എന്നാണ്. ഒരുവിധപ്പെട്ട കരാറിനൊക്കെ സമ്മതം മൂളി യുദ്ധം നിർത്താനുള്ള തീരുമാനത്തിലെത്തുമ്പോൾ അവിടെ ഉടക്കിട്ട് ന്യായങ്ങൾ ഉണ്ടാക്കി കരാറിൽ എത്താതിരിക്കാനുള്ള അവസ്ഥയിൽ എത്തിക്കുകയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്, അല്ലെങ്കിൽ ആ പരിപാടി. ഇപ്പോ അതാ കരാറിനെ കുറിച്ച് ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ കരാർ വീണ്ടും ചുറ്റിപ്പോകാനാണ് സാധ്യത മുന്നിൽ തെളിയുന്നത്. ഇറാനുമായുള്ള സമാധാന കരാറിനെ കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ ഇപ്പൊ അപ്പാടെ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണ് എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്ന് ട്രംപിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും സമാധാന കരാറിന്റെ കരടിൽ അത്തരമൊരു വ്യവസ്ഥ ഇല്ല എന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമോസ് കടലെടുക്ക് നിബന്ധനകളില്ലാതെ തുറക്കുമെന്നും ഇറാൻ തങ്ങളുടെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അത്തരം തീരുമാനങ്ങളൊന്നും ഇറാൻ കൈക്കൊണ്ടിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വെറും കെട്ടിച്ചമച്ചതാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറക്കുന്നത് ഇറാന്റെ സ്വന്തം സുരക്ഷാ ക്രമീകരണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമായി മാത്രമായിരിക്കും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നികുതി ഈടാക്കില്ലെന്ന ട്രംപിന്റെ വാദം ഇറാൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. $12 ബില്യൺ ഇറാനിയൻ ആസ്തികൾ ഉടനടി ലഭ്യമാക്കുന്നതാണ് ചർച്ചയിലെ പ്രധാന വിഷയമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് നടപ്പിലാകാതെ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമോസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം പിൻവലിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് ഒടുവിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഉപരോധം കാരണം കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് ഇനി സ്വന്തം നാടുകളിലേക്ക് മടങ്ങാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നാണ് ട്രംപ് പറയുന്നത്. ഉപരോധം പിൻവലിക്കുന്നതിനായി ഇറാന് ട്രംപ് കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധമോ ബോംബോ കൈവശം വെക്കില്ല എന്ന് ഉറപ്പു നൽകണം എന്നതായിരുന്നു പ്രധാന നിബന്ധനയെന്നും ഹോർമോസ് കടലെടുക്ക് യാതൊരുവിധ നികുതിയും ഇല്ലാതെ അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിനായി ഉടനടി തുറന്നു കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇറാൻ പൂർത്തിയാക്കണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാനിലെ ആണവാവശിഷ്ടങ്ങൾ അമേരിക്കയുടെയും ചൈനയുടെയും സാങ്കേതിക സഹായത്തോടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ പുറത്തെടുത്ത് നശിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് സിറ്റുവേഷൻ റൂമിൽ ഉപദേശകരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം വെറും നുണയാണ് എന്നതും കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.